ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ എൻഡിഎയും മഹാഗഠബന്ധനും അന്തിമഘട്ടത്തിലെത്തുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. 50 സീറ്റുകളിലാണ് ഇരുപക്ഷവും കൂടുതൽ ഫോക്കസ് നൽകുക. 2020-ൽ 5000-ൽ താഴെ വോട്ടുകൾക്ക് വിധി തീരുമാനിക്കപ്പെട്ട ഡസൻ കണക്കിന് മണ്ഡലങ്ങളാണുള്ളത്. അതിനാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ ഇത്തവണയും ഈ മണ്ഡലങ്ങൾ നിർണായകമായേക്കും. RJD 75 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് 74 സീറ്റാണ്. NDA 125 സീറ്റുകളുമായി ഒന്നാമതെത്തിയപ്പോൾ മഹാഗഠബന്ധൻ 110 സീറ്റിൽ അവസാനിച്ചു. ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന വസ്തുത കടുത്ത മത്സരമാണ് ബീഹാറിൽ നടന്നത് എന്നാണ്. 2020-ൽ 52 സീറ്റുകളിൽ നേരിയ മാർജിനിൽ മാത്രം പാർട്ടികൾ ജയിച്ചു. ഇതിൽ 15 സീറ്റുകൾ RJD നേടിയപ്പോൾ കോൺഗ്രസ് 9 സീറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. മഹാഗഠബന്ധനിലെ മറ്റു പാർട്ടികളായ CPI, CPIM, CPIML ഓരോ സീറ്റ് വീതം നേടി. 16 എണ്ണത്തിൽ RJD നേരിയ വ്യത്യാസത്തിന് മാത്രം തോറ്റു. കോൺഗ്രസ് 7 എടുത്ത് രണ്ടാമതെത്തി. CPIML, CPI എന്നിവ 1ഉം 2ഉം സീറ്റുകളിൽ നേരിയ മാർജിന് മാത്രം തോറ്റു. NDAയുടെ കാര്യത്തിൽ JDU 52 സീറ്റുകളിൽ 13ഉം BJP 9 സീറ്റിലും നേരിയ മാർജിനാണ് ജയിച്ചത്. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഇൻസാൻ പാർട്ടിയും നേരിയ മാർജിനിൽ ഓരോ സീറ്റ് വീതം നേടി. കഴിഞ്ഞ തവണ NDAയുടെ ഭാഗമായിരുന്ന മുകേഷ് സാഹ്നിയുടെ വികാസിൽ ഇൻസാൻ പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. 52-ൽ 13 എണ്ണത്തിൽ JDU രണ്ടാമതെത്തി. BJP 10 സീറ്റിലും VIP 2 സീറ്റിലും രണ്ടാമതെത്തി. വോട്ടെടുപ്പിൽ ഒറ്റക്ക് മത്സരിച്ച ലോക് ജനശക്തി പാർട്ടി നേടിയ ഒരു സീറ്റ് ജയിച്ചത് കേവലം 333 വോട്ടിന്. നളന്ദ ജില്ലയിലെ ഹിൽസയിൽ JDU ജയിച്ചത് തുച്ഛമായ മാർജിനിലാണ്, 12 വോട്ട്. ഷെയ്ഖ്പൂർ ജില്ലയിലെ ബാർബികയിൽ JDU ജയിച്ചത് 133 വോട്ടിന്. ഹസാരിബാഗിലെ രാംഗഡിൽ RJD ജയിച്ചത് 189 വോട്ടിന്. ഗോപാൽഗഞ്ചിലെ SC മണ്ഡലമായ ഭോറയിൽ JDU ജയിച്ചത് 462 വോട്ടിന്. ബെഗുസരായിലെ ബച്ച്വാരയിൽ BJP CPIയോട് വിജയിച്ചത് 484 വോട്ടുകൾക്ക് മാത്രം. അതായത് 5000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ച ഡസൻ കണക്കിന് സീറ്റുകൾ ബീഹാറിലുണ്ട് കഴിഞ്ഞ തവണ. ഇതെല്ലാം തെളിയിക്കുന്നത് 50 സീറ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും ഫലസാധ്യത എങ്ങോട്ട് വേണമെങ്കിൽ മാറാം എന്നതുകൂടിയാണ്. ബീഹാറിൽ ഇത്തവണയും ഈ സീറ്റുകൾ നിർണായകമായേക്കാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.